ഡൽഹി പോലീസിനെതിരെ ഷിംല പോലീസ് കേസ് എടുത്തതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. രേഖകളില്ലാതെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതിനാണ് കേസ്. AI ഉച്ചകോടിക്കെതിരെ പ്രതിഷേധിച്ചവരെ അറസ്റ്റ് ചെയ്തതിനാണ് നടപടി. ഗൗതം വിശദാംശങ്ങളുമായിട്ടുണ്ട്. ഗൗതം, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം ഹൈവേയിലൊക്കെ നമ്മൾ കണ്ടത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ രണ്ട് സംസ്ഥാനങ്ങളിലെ പോലീസുകാർ തമ്മിലുണ്ടായ ഈ പിടിവലിയും നാടകീയമായ സംഭവങ്ങളൊക്കെയാണ് കണ്ടത്. ഈ പറഞ്ഞതുപോലെ AI ഉച്ചകോടിയിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാരെ അറസ്റ്റ് ചെയ്തു പോകുന്ന ഒരു പോലീസ്, ഇവരെ കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് പറയുന്ന മറ്റൊരു പോലീസ്, ഇപ്പോൾ ഒരു സംസ്ഥാനത്തെ പോലീസിനെതിരെ മറ്റൊരു സംസ്ഥാനത്തെ പോലീസ് കേസെടുത്തിരിക്കുന്നു. നടപടികൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും നാടകീയമായ സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. പ്രത്യേകിച്ച് ഷിംലയിലെ റോരു മേഖലയിലെ ഹോട്ടലിൽ നിന്നാണ് 3 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 20 പേരടങ്ങുന്ന ഒരു സംഘമാണ് ഈ 3 പേരെ കസ്റ്റഡിയിലെടുക്കാൻ വേണ്ടി ഷിംലയിലെത്തുന്നത്. അവർ രാവിലെ തന്നെ 25-ാം തീയതി രാവിലെ തന്നെ ഷിംലയിലെത്തുകയും ഈ പ്രവർത്തകർ എവിടെയാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ രാത്രിയോടെ ഇവരെ കസ്റ്റഡിയിലെടുത്ത് മടങ്ങാൻ നേരത്താണ് ഈ ഷിംല പോലീസിന്റെ പരിശോധനയിൽ ഉൾപ്പെടുന്നത്. ആ പരിശോധനയ്ക്കിടെയാണ് ഇത് ആരാണ് എന്താണെന്ന് ചോദിക്കുന്ന സാഹചര്യത്തിൽ ഇവർ മതിയായ രേഖകൾ ഹാജരാക്കാതെ ഈ അറസ്റ്റ് നടപടികളെ കുറിച്ച് വിശദീകരിക്കുന്നത്. തുടർന്ന് ഈ ഡൽഹി പോലീസിന്റെ 20 പേരടങ്ങുന്ന സംഘത്തെ ഷിംല പോലീസ് തിരികെ ഷിംലയിലേക്ക് കൊണ്ടുവരികയും വിശദാംശങ്ങൾ തേടുകയും ചെയ്തു. ഈ ഘട്ടത്തിലാണ് ഹോട്ടലിൽ നിന്നും, അതായത് ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ അനധികൃതമായി നീക്കം ചെയ്തിട്ടുണ്ടെന്നും അതിന് പിന്നിലുള്ള കാരണം എന്താണെന്നും ഷിംല പോലീസ് ചോദിക്കുന്നത്. ഇതിനൊന്നും വ്യക്തമായ മറുപടി നൽകാൻ കഴിയാതെ വന്നതോടെയാണ് ഷിംല പോലീസ് ഡൽഹി പോലീസിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഡൽഹി പോലീസ് നൽകുന്ന വിശദീകരണം, ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ ടീമാണ് ഇതിന് നിയോഗിക്കപ്പെട്ടത്. അവരാണ് ഈ ഓപ്പറേഷൻ നടത്തിയത്. 3 പേരുടെ പേരുകളും അവർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നും ഡൽഹി പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അതേസമയം എന്തിനാണ് ഔദ്യോഗികമായ കൃത്യമായ രേഖകളില്ലാതെ, അറസ്റ്റ് വാറന്റ് ഇല്ലാതെ, ട്രാൻസിറ്റ് റെസിപ്റ്റ് ഇല്ലാതെ എന്തുകൊണ്ടാണ് ഈ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തത് എന്ന ചോദ്യത്തിന് മാത്രം ഡൽഹി പോലീസ് ഇപ്പോഴും മറുപടി നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ 3 പേരെ 20 പേരടങ്ങുന്ന സംഘം, അജ്ഞാത സംഘം തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന പേരിൽ ഷിംല പോലീസ് ഡൽഹി പോലീസിനെതിരെ കേസെടുക്കുകയായിരുന്നു. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട കേസിൽ മുന്നോട്ട് പോകാനാണ് ഷിംല പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് കേസ് എത്തും, കോടതിയിലേക്ക് കേസ് എത്തിക്കാനാണ് ഷിംല പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ വന്നവർ ആരൊക്കെയാണ്, ഇവരുടെ ഐഡന്റിറ്റി എന്താണ്, എന്തുകൊണ്ടാണ് ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ, അതായത് ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ എന്തുകൊണ്ടാണ് നശിപ്പിക്കപ്പെട്ടത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഡൽഹി പോലീസ് വിശദീകരണം നൽകണമെന്നാണ് ഷിംല പോലീസ് ആവശ്യപ്പെടുന്നത്. ഇതിൻ്റെ ദൃശ്യങ്ങൾ, അതായത് കഴിഞ്ഞ ദിവസം രാത്രി ഈ പ്രവർത്തകരെ കൊണ്ടുപോകുന്നതിനിടെ ഷിംല പോലീസ് പരിശോധിക്കുന്നതും അവർ തമ്മിലുള്ള 2 പോലീസുകാർ തമ്മിലുള്ള തർക്കത്തിൻ്റെയും ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമായി നമുക്ക് കേൾക്കാം ആരാണ് നിങ്ങളെന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാൻ ഡൽഹി പോലീസ് തയ്യാറാവുന്നില്ല. യൂണിഫോം ഇല്ലാതെ, മതിയായ രേഖകളില്ലാതെ, കൃത്യമായ നടപടികൾ പാലിക്കാതെ എന്തുകൊണ്ടാണ് ഈ അറസ്റ്റ് നടന്നത് എന്നതാണ് ഇപ്പോൾ ദുരൂഹതയേറുന്നത്. എന്തായാലും AI സമ്മിറ്റിനിടെ ഉണ്ടായിട്ടുള്ള വലിയ പ്രതിഷേധമായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ വസ്ത്രമൂരിയുള്ള പ്രതിഷേധം. ആ പ്രതിഷേധം രാജ്യത്തെമ്പാടും വലിയ തരത്തിൽ യൂത്ത് കോൺഗ്രസിനെയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകർക്കും വലിയ ആവേശമായി മാറിയ പ്രതിഷേധമായിരുന്നു. മറുവശത്ത് BJP സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി ഉണ്ടായ ഒരു പ്രതിഷേധമാണ്. കാരണം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ വാർത്തകൾ വരികയും AI സമ്മിറ്റിനിടെ ഇന്ത്യ അമേരിക്ക കരാർ അതുമായി ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.